കുട്ടികൾ രാജ്യത്തിന്റെ സമ്പത്തും ഭാവി വാഗ്ദാനങ്ങളുമാണ്. എന്നാൽ കുട്ടികളെ വളർത്തുന്നതിൽ ആധുനിക സമൂഹത്തിന് ആശങ്കകളും സംശയങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും രക്ഷിതാക്കൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയുമായിരിക്കും ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കുട്ടികൾ വളരും തോറും സന്തോഷം കുറയുകയും ആശങ്ക ഉടലെടുക്കുകയും ചെയ്യുന്നു. അവസാനം രക്ഷിതാക്കളെ അത് സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ തങ്ങളുടെ രക്ഷിതാക്കൾ താൻ വളരും തോറും തങ്ങളെ അംഗീകരിക്കാതെ എന്തിനും ഏതിനും സംശയത്തോടു കൂടി കാണുന്ന, കുറ്റം പറയുന്ന ആൾക്കാരായി മാറുന്നു. ഇതിനു പുറമെ അധ്യാപകരുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ കുട്ടികൾക്ക് അത് സ്ട്രെസ്സായി മാറി അവസാനം ചിലർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി മാറുന്നത് ഇന്ന് സാധാരണയാണ്. പലരും കുട്ടികളെ നന്നായി വളർത്തുന്നതിന് പകരം നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകാതിരിക്കാൻ രക്ഷിതാക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, രക്ഷിതാക്കൾ പല തരത്തിലുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നാം പെടുന്നതെന്ന് നോക്കുക. പൊതുവെ രക്ഷിതാക്കൾ 5 തരത്തിലുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള രക്ഷിതാവാണ് നിങ്ങളെന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യത്തെ വിഭാഗം സ്ട്രിക്റ്റ് പാരന്റിംഗ്. ഇങ്ങനെയുള്ള രക്ഷകർത്താക്കൾ കുട്ടികളോട് വളരെ കർക്കശമായി ഇടപെടുന്നവരാണ്. മാത്രമല്ല ഇവർ കുട്ടികളിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്നവരുമാണ്. കുട്ടികളെ അടക്കി ഒതുക്കി ചട്ടങ്ങൾ പരിശീലിപ്പിക്കാൻ നോക്കുന്നവരായിരിക്കും. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും കടുത്ത ശിക്ഷയും എന്തിനുമേതിനും കുറ്റപ്പെടുത്തലും, കുട്ടികളുടെ ശരികൾ കണ്ടുപിടിക്കാതെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. സ്നേഹമുണ്ടെങ്കിലും ഇവർ പ്രകടിപ്പിക്കാറില്ല. കുട്ടികൾക്ക് താങ്ങും തണലുമാകാതെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളായിരിക്കും ഇത്തരക്കാർ. എന്നാൽ ഇവരുടെ മക്കൾ ആത്മധൈര്യം കുറഞ്ഞവരായി മാറും. പിന്നീട് അനുസരണക്കേട് കാണിക്കുന്നവരും എപ്പോഴും ദിവാസ്വപ്നങ്ങൾ കാണുന്നവരുമായി മാറും. ഭൂരിഭാഗം പാരന്റിംഗ് ശൈലിയും ഇങ്ങനെയുള്ളതായിരിക്കും. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ കാണുന്ന പാരന്റിംഗ് രീതി ഇങ്ങനെയുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം പാമ്പറിംഗ് പാരന്റിംഗ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രക്ഷകർത്താക്കളാണ് ഇത്തരക്കാർ. അവരെ അമിതമായി വിശ്വസിക്കുകയും തങ്ങളുടെ കുട്ടികൾ മാത്രമാണ് ശരിയെന്ന് കരുതുന്നവരാണ്. കുട്ടികളെ അമിതമായി സംരക്ഷിക്കുകയും കുട്ടികൾക്ക് വേണ്ടി ആരോടും എന്തിനും കയർക്കുന്നവരുമായിരിക്കും. ഇത്തരക്കാർ അവരെ എന്തിനും ന്യായീകരിക്കുന്ന ശീലമുള്ളവരാണ്. അധ്യാപകർ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ കൂടി അവരുടെ മുന്നിൽ വെച്ച് തന്നെ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നവരായിരിക്കും. കുട്ടികളെ ഒരു കാര്യവും ചെയ്യിപ്പിക്കുകയില്ല. ചോറ് വാരി കൊടുക്കുകയും നോട്ടുബുക്കുകൾ എഴുതി കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുന്ന രക്ഷകർത്താക്കളായിരിക്കും ഇത്തരക്കാർ. കുട്ടികൾ വളർന്നാലും അത് അംഗീകരിക്കാതെ അവരെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള രക്ഷകർത്താക്കൾ കുട്ടികൾ വളരുമ്പോൾ അവർക്കൊരു ബാധ്യതയായിരിക്കും. അതോടൊപ്പം ഈ കുട്ടികൾ സമൂഹമായി ഇഴുകിച്ചേരാത്തവരും നിരവധി കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ ഭൂരിഭാഗവും വളർന്നാൽ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവരും അവഗണിക്കുന്ന ആൾക്കാരുമായി മാറും. മൂന്നാമത്തെ വിഭാഗം എസ്കേപ്പിംഗ് അഥവാ നെഗറ്റീവ് പാരന്റിംഗ്. കുട്ടികളെ പരിപൂർണമായി അവഗണിക്കുന്ന ഒരു പാരന്റിംഗ് ശൈലിയാണ് ഇവർക്ക്. ഇവർ തങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുട്ടികളെ യാതൊരു തരത്തിലും പരിഗണിക്കാതെ ശത്രുവിനെ പോലെയോ ഇല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനു വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇവർ കാണുന്നത്. മിക്കവാറും വളരെ ക്രൂരമായിട്ടായിരിക്കും അവർ കുട്ടികളോട് പെരുമാറുന്നത്. കുട്ടികളെ പഠിപ്പിക്കാതെ ജോലി ചെയ്യിപ്പിച്ച് കാശ് തട്ടാനായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത്. ഇവരുടെ മക്കൾ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരും സമൂഹത്തിൽ ഏറ്റവും ദോഷകരമായ ആൾക്കാരുമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ വിഭാഗം അതോറിറ്റി ഓഫ് പാരന്റിംഗ്. ഏറ്റവും മികച്ച രീതിയിലുള്ള പാരന്റിംഗ് ശൈലിയാണ് ഇത്. സ്വമാതൃകയിലൂടെ കുട്ടികളെ സ്വഭാവ രീതി പഠിപ്പിക്കുന്നവരും നല്ല പ്രവൃത്തികൾക്ക് അഭിനന്ദനവും പ്രതീക്ഷയ്ക്ക് വിപരീതമായാൽ പറഞ്ഞു മനസ്സിലാക്കുന്നവരുമായിരിക്കും. കുട്ടികളെ കരുതലോട് പരിപാലിക്കുന്നവരുമായിരിക്കും ഇത്തരക്കാർ. എല്ലാ ആവശ്യഘട്ടങ്ങളിലും അവരെ പിന്തുണയ്ക്കുകയും അവരുടെ തെറ്റുകൾ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നവരുമാണ്. അനാവശ്യമായി ശിക്ഷിക്കാതെ ഒരു മോഡലായി കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇങ്ങനെ ഇവരുടെ സംരക്ഷണയിൽ വളരുന്ന കുട്ടികൾ നല്ലവരായി വളരും. ഈ കുട്ടികൾ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും സ്വതന്ത്ര ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും ചെയ്യും. അഞ്ചാമത്തെയും അവസാനത്തെയും വിഭാഗം പെർഫെക്ഷനിസ്റ്റ് പാരന്റിംഗ്. ഇക്കൂട്ടർ കുട്ടികളെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യന്ത്രമായിട്ടാണ് കരുതുന്നത്. അവരെ അമിതമായി അച്ചടക്കം പരിശീലിപ്പിക്കുന്നതിന് നിർബന്ധിതരായിരിക്കും. എന്തിന്? ചെറിയ ചെറിയ തെറ്റുകൾക്കും വലിയ ശിക്ഷകൾ കൊടുക്കുന്ന ആൾക്കാരുമായിരിക്കും. ഉദാഹരണമായി, കുട്ടികൾക്ക് പരീക്ഷയിൽ 100ൽ 97 മാർക്ക് കിട്ടിയാലും കുറഞ്ഞ 3 മാർക്കിനെ ചൊല്ലി ബഹളം വയ്ക്കുന്നവരായിരിക്കും.
കുട്ടികളെ അച്ചടക്കത്തോട് എപ്പോഴും നിലനിർത്തുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള രക്ഷിതാക്കൾ വളർത്തുന്ന കുട്ടികൾ മിക്കവരും രക്ഷിതാക്കളോട് വളരെ ദേഷ്യം പുലർത്തുന്നവരായിരിക്കും. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിമർശിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. ഈ 5 വിഭാഗത്തിൽ നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങളെ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു ഭാവിയിലെത്തിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നാൽ കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.